എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിച്ചപ്പോൾ ഇളയച്ചൻ കൊണ്ടുവന്ന 5 കുപ്പി സ്കോച്ചിൻ്റെ കഥ പറഞ്ഞാണല്ലോ നിർത്തിയത്. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇളയച്ച ഈ 5 കുപ്പി ഏതായാലും കൊണ്ടുവന്നില്ലേ, അതിൽ നിന്നും 2 കുപ്പി നമുക്കിപ്പോൾ പൊട്ടിച്ചടിക്കാമെന്ന് നമ്മുടെ മഹേഷ് പറയുവാണ്. അപ്പോൾ ഇളയച്ചൻ പറയും, എടാ അവിടെ മലേഷ്യയിൽ നിന്നൊക്കെ വരുമ്പോൾ 2 കുപ്പിയെ കൊണ്ടുവരാൻ പെർമിഷൻ ഉള്ളൂ, ഞാൻ 5 കുപ്പി കൊണ്ടുവന്നതുകൊണ്ട് ഇൻകം ടാക്സുകാർ അത് പിടിച്ചു വെച്ചു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കും, ഇൻകം ടാക്സുകാരോ, അവരെന്തിനാ ഇളയച്ച മദ്യക്കുപ്പിയൊക്കെ പിടിച്ചു വെക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇളയച്ചൻ പറയും, ഓ സോറി, എൻ്റെ നാക്കൊന്ന് സ്ലിപ്പായതാ, ഇൻകം ടാക്സ് അല്ല, എന്തോ ഒരു കസ്റ്റമാണ് പിടിച്ചോണ്ടും പോയതെന്ന് പറയും. ഓ കസ്റ്റംസുകാർ, ആടാ 2 കുപ്പിയെ കൊണ്ടുവരാൻ പെർമിഷൻ ഉള്ളൂ, ഞാൻ 5 കുപ്പി കൊണ്ടുവന്നുകൊണ്ട് അവരതൊക്കെ പിടിച്ചു വെച്ചു എന്ന് നമ്മുടെ ഇളയച്ചൻ തന്ത്രപരമായി പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കുവാണ് ആ സിറ്റുവേഷൻ. സ്കോച്ചും പ്രതീക്ഷിച്ചിരുന്ന മഹേഷിനും സച്ചിക്ക് ഇത് വല്ലാത്ത വിഷമാവുന്നു. അപ്പോൾ ഇളയച്ചൻ പറയുക, എടാ നിങ്ങൾക്ക് ഇവിടുത്തെ മദ്യം കുടിച്ച് മതിയായില്ലേ, അതുപോലെയാണ് എനിക്ക് അവിടുത്തെ സ്കോച്ചും, എനിക്ക് അവിടുത്തെ സ്കോച്ചൊക്കെ കുടിച്ച് മതിയായി, നിങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് മദ്യം മേടിച്ചതാ എന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചി പറയുവാണ്, ഓ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായല്ലോ, എന്തായാലും മേടിച്ചു കൊടുക്കാം മഹേഷ്, നമുക്ക് സത്യങ്ങളൊക്കെ അറിയണ്ടേ. മദ്യത്തിൻ്റെ ലഹരിയിൽ ചിലപ്പോൾ ഇളയച്ചൻ നമ്മളോട് സത്യങ്ങളൊക്കെ പറയും, അതുകൊണ്ട് നമുക്ക് ഇളയച്ചന് മദ്യം മേടിച്ചു കൊടുക്കാമെന്ന് സച്ചി പറയുവാണ്. സുധി ഇതൊക്കെ കണ്ട് വല്ലാതെ ടെൻഷനാവുകയാണ്. കാരണം മദ്യം കുടിക്കുന്നത് അറിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാവും, നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം എന്ന് സുധി പറയും. അപ്പോൾ ഇളയച്ചൻ പറഞ്ഞു, എടാ നമുക്ക് വല്ല കാട്ടിലും പോയിരുന്ന് കുടിക്കാം, അപ്പോൾ അതാവുമ്പോൾ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിരുന്ന് മദ്യം കുടിക്കാൻ പോകുകയാണ്. സച്ചിയുടെ വേറെ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അവരാണ് ഇവർക്ക് മദ്യമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതിലൊരാളുടെ പേര് ഈച്ച എന്നാണ്. പിന്നെ നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ രസകരമാണ് കേട്ടോ. നമ്മുടെ ഇളയച്ചൻ സൂപ്പറായിട്ട് തന്നെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് മദ്യവും കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്ന ഇളയച്ചനെ കാണുന്നത് നമ്മുടെ സച്ചിയും മഹേഷും ഒക്കെ നെട്ടുമാണ്. എടാ നമ്മളൊക്കെ കുറച്ച് മദ്യവും കൂടുതൽ വെള്ളമല്ലേ ഒഴിക്കുന്നത്, ഈ ഇളയച്ചൻ എന്താണ് ഇങ്ങനെ കുടിക്കുന്നതൊക്കെ കണ്ട് അവർ നെട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇളയച്ചൻ പ്രാർത്ഥിക്കുവാണ് കേട്ടോ, മദ്യം കുടിക്കുന്നതിന് മുമ്പിരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാണ് അയച്ചാൽ പ്രാർത്ഥിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ പറയുവാണ്, നമ്മൾ പിതൃക്കൾക്ക് കൊടുത്തിട്ട് വേണം എന്തും കുടിക്കാനെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈച്ച പറയുവാണ്, ഇളയച്ച അവർ മൂക്കറ്റം കുടിച്ചിട്ടാണ് പോയത്, ഇനി അവർക്ക് കൊടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കണോ എന്ന് പറയുമ്പോൾ ഇളയച്ചൻ നല്ല കോമഡി സിറ്റുവേഷൻ ആണ്. ഇതൊക്കെ കാണണം, നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിരി വരുന്ന നല്ല മനോഹരമായ എപ്പിസോഡാണ് ഇന്നത്തെ. പിന്നെ നമ്മുടെ ഇളയച്ചൻ പറയുവാണ്, എനിക്ക് കുറേ കുടിക്കണം എന്ന് പറഞ്ഞ് കുരവിടുവാണ്, ഞാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല, എനിക്ക് അങ്ങനെ കുറേ കുടിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ ഒറ്റ വെട്ടിന് എനിക്ക് 30 കഷ്ണം ആക്കാൻ പറ്റുമെന്ന് പറയും. ഒറ്റ വെട്ടിന് 2 കഷ്ണമല്ലേ ആക്കാൻ പറ്റൂ എന്ന് നമ്മുടെ ഈച്ച ചോദിക്കുവാണ്. അപ്പോൾ ഇളയച്ചൻ പറയും, അതിനുള്ള ടെക്നിക്കൊക്കെ ഈ ബീര എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, എന്ത് ബീരയോ, അല്ല BR, അതിൻ്റെ ഇനീഷ്യലാണ് BR സത്യദാസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ ഇതും നല്ല ഫണ്ണി ആയിട്ട് തന്നെ ഒഴിവാക്കി വിടുന്നുണ്ട്. ആണുങ്ങളായാൽ കുടിക്കണമെന്നും നിൻ്റെ അമ്മക്ക് നിന്നെ ഒരു ബിസിനസ്മാനായി കാണാൻ ആഗ്രഹമെന്നും ഇളയച്ചൻ സുധിയോട് പറയുവാണ്. ബിസിനസ്മാനുകളുടെ ബിസിനസ് തുടങ്ങുന്നത് തന്നെ മദ്യത്തിലാണെന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ സുധിയെ കൊണ്ട് ഇളയച്ചൻ മദ്യം കുടിപ്പിക്കുകയാണ്. സച്ചി ഇതിനെ എതിർക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഇളയച്ചൻ അവനെ മദ്യം നൽകുന്നു. അതിനുശേഷം നാക്കും നീട്ടി പുറത്തോട്ട് നിൽക്കുന്ന സുധിയുടെ നാക്കിൽ അച്ചാറും തേച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇളയച്ചൻ. ദുഃഖം വരുമ്പോൾ കുടിക്കരുത്, ആയുസ് പറയും. സന്തോഷം വരുമ്പോൾ നമ്മൾ കുടിക്കണം. നമ്മളെല്ലാവരും സന്തോഷിക്കുമ്പോൾ ഈ ഒരാൾ മാത്രം കുടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് അവന് മദ്യം നൽകിയതെന്ന് നമ്മുടെ ഇളയച്ചൻ പറയുവാണ്. സച്ചി എന്നാലും ഇതിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, എൻ്റെ അനിയൻ എന്തിനാ മദ്യം കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ആദ്യമായി ആടിനെ വെട്ടുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, നീ ഇത് കാര്യമാക്കണ്ട, പിന്നീട് നമുക്ക് ഈസിയായി ആടിനെ വെട്ടാം, കഴുത്തിന് പിടിച്ച് ഒറ്റ തിരിച്ച് നല്ലോണം വെട്ടിയാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കും, ദേ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആടിൻ്റെ അടുത്തോട്ട് തന്നെ എത്തി, ഈ ഇളയച്ചൻ എന്തിനാ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ആടിൽ അവസാനിക്കുന്നത് എന്ന് നമ്മുടെ സച്ചി ഇളയച്ചനോട് ചോദിക്കുവാണ്. ഇനി മലേഷ്യയിൽ എന്താ വല്ല ഇറച്ചിക്കടയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ പറയും, എടാ മലേഷ്യ എൻ്റെ ആടാ, അവിടെയുള്ള എല്ലാവരും എൻ്റെ ജോലിക്കാരടാ എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പി അങ്ങോട്ടേക്ക് എറിയും. ഇത് കണ്ടൊരു ചേട്ടൻ വന്ന് ഇളയച്ചനെ ചീത്ത പറയുന്നുണ്ട്, പ്ലാസ്റ്റിക് ആണോ പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതെന്ന് ചോദിക്കും, ചൂടാവുന്നു. മഹേഷ് ആ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിടുന്നു. അപ്പോൾ ഇളയച്ചൻ പറയുകയാണ്, എടാ എനിക്കറിയാടാ, ആടിൻ്റെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒന്നും ഇങ്ങനെ വലിച്ചെറിയരുതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആടിലോട്ടനെ നമ്മുടെ ഇളയച്ചനെത്തി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്, മദ്യപിച്ച് വഴി അറിയാതെ റോട്ടിൽ കിടന്നു പോവുകയാണ് നമ്മുടെ ശ്രുതി. പിന്നീട് ഇളയച്ചൻ പാട്ടൊക്കെ പാടി പാടവരമ്പത്തൂടെ നടന്നു വരികയാണ് നമ്മുടെ സച്ചിയുടെയും മഹേഷിൻ്റെയും കൂടെ.
കിളിയുടെ ഒരു പാട്ടും പാടിയാണ് പാടത്തൂടെ വരുന്നത്. അവസാനം കിളിയെ ഓടിച്ച് അവിടെ മാറ്റി ആടിൻ്റെ വരിയാക്കി പാടുകയാണ് നമ്മുടെ ഇളയച്ചൻ. നല്ല രസമുണ്ട് ഇളയച്ചൻ്റെ പാട്ട് കേൾക്കാൻ. ആടിൻ്റെ കരച്ചിലൊക്കെ ഇട്ടൊരു കവിതയാണ് നമ്മുടെ ഇളയച്ചൻ കള്ളും കുടിച്ച് വരുമ്പോൾ പാടുന്നത്. ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർ റോട്ടിൽ കിടക്കുന്ന സുധിയാണ് കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഈ സന്ദർഭം കാണിച്ചിട്ടാണ് അവർ നിർത്തുന്നത്. നമ്മുടെ സുധി ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നത്. അപ്പോൾ നാളെ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.